പിന്നെ വേറൊരു സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ്, 1-2 പിള്ളേർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളത്. ഒരിക്കലും അല്ല. ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ കാര്യം, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകാൻ ചിലപ്പോൾ കഷ്ടപ്പെടും. ചിലപ്പോൾ രണ്ടുപേരുണ്ടാവും, മൂന്നാമത്തെ ഉണ്ടാവാതെ ഇരിക്കുക തന്നെ ചെയ്യാം, ഉണ്ടാവില്ല ചിലപ്പോൾ. പല റീസൺസ് ഉണ്ട്. എഗെയിൻ ഏജ് തന്നെയാണ് ഒരു ഫാക്ടർ. ആദ്യം ഉണ്ടായ ആവേശം ചിലപ്പോൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോഴേക്കും ഉണ്ടാവില്ല, ആ ഗ്യാപ്പും എന്നൊക്കെ വരുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവാതെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ ഉണ്ടാവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ കാണാം. ഇപ്പോൾ സ്പേം ഉണ്ടാവാതിരിക്കാം. പക്ഷെ അതെന്താ വെച്ചാൽ അവർക്കൊരു ഗ്രാജുവൽ ഡിക്ലൈൻ ഫേസിലായിരിക്കും ആ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ഈ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് അത് എസ്റ്റാബ്ലിഷ്ഡായി ആ പ്രശ്നം. അതേപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ആ ഫൈബ്രോയിഡ് പോലത്തെ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ തടസ്സം ഉണ്ടാവാം. അതേപോലെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാം. അപ്പോൾ ഇതൊക്കെ കുട്ടി ഉണ്ടാകുന്നതിന് ഇതാക്കാം. 2 കുട്ടികളുണ്ടായാൽ 3ാമത്തെ കുട്ടി ഉണ്ടാകാൻ നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാം പേഷ്യൻ്റ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. തീരെ കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് നമുക്ക് എവിടെയാണ് ഇത് പ്രശ്നം എന്ന് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇവർക്ക് കുട്ടി ഉണ്ടായതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ബോഡിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു പോസിറ്റീവ് പോയിന്റായിട്ട് കണക്കാക്കാം.